നമസ്കാരം. ഞങ്ങൾ വരുന്നത് പത്മശ്രീ രാമചന്ദ്രപ്പുലൂരുടെ സംഘമാണ്. തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം, ഷൊർണൂർ, പാലക്കാട്. കുട്ടികളെല്ലാവരും തോൽപ്പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇത് നമ്മളുടെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ 85 ഭദ്രകാളി ദേവീ ക്ഷേത്രങ്ങളിൽ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പേരിൽ നടത്തിവരുന്ന ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. മനുഷ്യൻ എന്ന് നിഴൽ കണ്ടുപിടിച്ചോ അത്രയും വർഷം പഴക്കമുള്ള ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഇന്നിപ്പോൾ നടത്തിവരുന്നത് 13ാമത്തെ തലമുറയാണ് ഈ ഒരു കലാരൂപം ജനകീയമാക്കി കൊണ്ടുവരുന്നത്. ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിൽ 7 ദിവസം, 14 ദിവസം, 21 ദിവസം എന്നീ ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു തോൽപ്പാവക്കൂത്ത് കലാരൂപം നടത്തി വരുന്നത്. അത് രാത്രി കാലമാണ്. രാത്രി 10 മണി തൊട്ട് പുലർച്ചെ 4 മണി വരെയാണ് അതിൻ്റെ സമയം. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊന്നും നമ്മൾക്ക് ഇതേപോലെ TV, മൊബൈൽ ഫോൺ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേപോലെയുള്ള വൈറ്റും ബ്ലാക്കുമായിട്ടുള്ള ഈ ഒരു സ്റ്റേജിനെ നമ്മൾ പറയുന്നത് കൂത്തുമാടം എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നേരം പോക്കും, അതുപോലെ അമ്പലങ്ങളിൽ വന്ന് നമുക്ക് ഇത് അമ്പലത്തിൻ്റെ പുറം വേദികളിലായി എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു കലയാണ് തോൽപ്പാവക്കൂത്ത്. 21 എണ്ണവിളക്കുകൾ തെളിയിച്ചുകൊണ്ട് അതിൻ്റെ നിഴലുകൾ, പാവയുടെ രൂപത്തിൽ നിഴലുകൾ കൊണ്ടാണ് നമ്മൾ ഈ കഥകൾ ചെയ്തു വരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിൽ മാത്രമാണല്ലോ തോൽപ്പാവക്കൂത്ത് കണ്ടുവരുന്നത്? അപ്പോൾ അതിന് വേറൊരു കാരണം എന്താ, ഭദ്രകാളിയും ദാരികനും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. അതേ സമയമായിരുന്നു നാട്ടിൽ രാമരാവണ യുദ്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ ഭദ്രകാളി ദാരികനെ നിഗ്രഹിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാ ജനങ്ങളും പറഞ്ഞത് രാമരാവണ യുദ്ധത്തിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഭദ്രകാളിക്ക് രാമരാവണ യുദ്ധം കാണാൻ സാധിച്ചില്ല. ഭദ്രകാളി തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാ ജനങ്ങളും പറയുന്നത് രാമരാവണ യുദ്ധത്തിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഭദ്രകാളിക്ക് അതിവിഷമമായി. എന്തുകൊണ്ട് ഞാൻ ചെയ്ത യുദ്ധത്തിനെ മാത്രം ആരും ഒന്നും പറയുന്നില്ലല്ലോ, എല്ലാവരും രാമരാവണ യുദ്ധത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് ഭദ്രകാളി തൻ്റെ പിതാവായ പരമശിവനോട് പോയി പറയുകയും ശിവൻ പറഞ്ഞു, നീ ചെയ്തത് അതിഘോരമായ യുദ്ധമായി. എന്നിരുന്നാലും ഇവിടെ നാട്ടിൽ നടന്നത് നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അതിൽ നന്മ ജയിക്കുകയും തിന്മ നശിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എല്ലാവരും രാമരാവണ യുദ്ധത്തിനെ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭദ്രകാളിക്ക് വിഷമമായി. ഇങ്ങനൊരു യുദ്ധം എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കർമ്മഭൂമിയായ പൗത്രഭൂമിയായ സുർപ്പാരകത്തിൽ നീ പോയി വസിച്ചുകൊള്ളുവാൻ. നിനക്ക് ഞാൻ നിഴൽപ്പാവക്കൂത്തിലൂടെ രാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥകൾ പാടിയും പറഞ്ഞും തരാമെന്ന് പറയുകയും അങ്ങനെ ഭദ്രകാളി നമ്മളുടെ തീരദേശമായ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ തീരദേശത്ത് വന്ന് വസിക്കുകയും അങ്ങനെ ഉത്സവത്തിന്റെ ഭാഗമായി നമ്മൾ ഈ ഒരു കലാരൂപം ദേവിയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഉത്സവത്തിന്റെ സമയം എന്ന് പറയുന്നത് ജാനുവരി ടു മെയ് മാസം വരെയാണ്. അത് കഴിഞ്ഞാൽ ഈ കലാകാരന്മാർക്ക് യാതൊരു വരുമാനം രീതിക്ക് ഒരു മാർഗമായിക്കൊണ്ടാണ് എന്തുകൊണ്ട് നമുക്ക് ഇതൊരു സ്റ്റേജ് പ്രോഗ്രാമായിട്ട് വിവിധ ഇടങ്ങളിൽ നമുക്ക് ചെയ്തുകൂടാ എന്ന് ആദ്യമായി പത്മശ്രീ രാമചന്ദ്രപ്പുലൂരും അവരുടെ അച്ഛനും ഒരു ആശയം വരികയും അങ്ങനെയാണ് സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇപ്പോൾ വിദേശങ്ങളിലും സ്വദേശങ്ങളിലും എല്ലാം നമ്മൾ പാവക്കൂത്ത് ചെയ്തു വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത് കമ്പരാമായണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ അതിലാദ്യമായി ഞങ്ങൾ ഗണപതി വന്ദനത്തോടുകൂടി ഞങ്ങളുടെ പാവക്കൂത്ത് തുടങ്ങുകയാണ്.